ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടും രുചികരമായിട്ടും കേരമീൻ കറി വെക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ മുളകിട്ടാണ് മിക്കപ്പോഴും വയ്ക്കാറ്. ഇപ്പം ഇന്ന് ഇവിടെ പാല് കറിയാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ ചിരകിയിട്ട് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിവിടെ അടിച്ചെടുക്കണേ കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കണുണ്ട്. അതിനുശേഷം ഒന്നാം പാലും രണ്ടാം പാലും വേർതിരിച്ച് വെക്കുന്നുണ്ട്. ഒന്നാം പാലിൻ്റെ കൂടെ അരപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എത്രത്തോളം പാല് വേണം അതനുസരിച്ച് വെള്ളം ചേർത്തിട്ട് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഒരേ കപ്പ് വീതം ഒരു ചെറിയ കപ്പ് ഒന്നാം പാലും രണ്ടാം പാല് വലിയ കപ്പിലും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സവാളയുടെ പകുതി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ചട്ടി വെച്ച് കൊടുക്കുക. ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും വേപ്പിലയും ചതച്ച ഇഞ്ചിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായി വാടി വന്നതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് പച്ചമണം കളഞ്ഞിട്ട് എടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടാക്കിയിട്ട് ഈ സമയത്ത് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിനുശേഷം രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം കൂട്ടിയിട്ടാവുന്നതാണ്. ആദ്യം ഫ്ലെയിം ഓൺ ചെയ്തപ്പോൾ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിനകത്ത് ഇട്ട് കൊടുത്തു. അതിനുശേഷം പൊടികൾ ഇട്ട് കൊടുത്തപ്പോൾ നന്നായിട്ട് കുറച്ചിട്ടു കേട്ടോ. അതിന് ശേഷം ഞാൻ രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഫ്ലെയിം കൂട്ടിയിട്ടിരിക്കുന്നത്. ഇനി 3 കുടപ്പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മീൻ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് എത്രത്തോളം വറ്റിക്കണം അതനുസരിച്ച് വറ്റിച്ചെടുക്കാവുന്നതാണ്. അതിന് ശേഷം ഞാൻ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി നമുക്ക് പാകത്തിനായതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കറി വയ്ക്കാവുന്നുള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.